വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഭയങ്കര സെൻസേഷണൽ ആയിട്ട് ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആവട്ടെ, ഏത് പ്ലാറ്റ്ഫോംസിലും മ്യൂസിക്കൽ പ്ലാറ്റ്ഫോംസ് അങ്ങനെ എല്ലാത്തിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിക്കാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂസിക് എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ആരായാലും ഈ പാട്ട് കേട്ടിട്ട് കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്കൊരു സജഷൻ വന്നു. ഋഷി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മുടെ യൂട്യൂബിന് വേണ്ടി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. യൂട്യൂബ് വഴി എനിക്ക് പരിചയപ്പെട്ട ഒരാളാണ്. സോ ആ പുള്ളി എനിക്ക് ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്നൊരു ഇങ്ങനത്തെ ഒരു സജഷൻ ചെയ്തു. ഈ മൂവി ഇങ്ങനെ ഈ സോങ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണ് ഞാൻ ഹനുമാൻ കൈൻഡിൻ്റെ പുറകെ തപ്പിപ്പോയപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ച കുറച്ച് കാര്യമാണ് ഹൂ ഈസ് ഹനുമാൻ കൈൻഡ്. ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സണാണ്. ആ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമാണ്. അയാളൊരു റാപ്പറാണ്, നൈസ് റാപ്പറാണ്. ഈ ഒരു സോങ് സെൻസേഷണൽ ആണ്. ഇപ്പോൾ സൂരജ് ചെറുകാട്ടിൽ അങ്ങനെയാണ് പുള്ളിയുടെ പേര്. മലയാളിയാണ് ഗൈസ്. ആ പാട്ട് കേട്ട് ആക്സെന്റ് വെച്ച് മലയാളിയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, മലയാളീസിന് എന്താ സൂപ്പർ ആക്സെന്റ് പാടില്ലേ എന്ന് ചോദിക്കാം. അതങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവേ മലയാളികളുടെ ആക്സെന്റ് അല്ല, മീൻസ് ഇംഗ്ലീഷ് നമ്മൾ ഇന്ത്യൻസ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ അല്ല ഇത്. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വളർന്നതൊക്കെ അമേരിക്കയിലാണ്. സോ ഇത്രയാണ് പുള്ളിയെ പറ്റി പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഇന്ന് അതാണ് റിയാക്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും. ബിഗ് ഡോഗ്സ് എന്നാണ് നമ്മുടെ സോങ്ങിൻ്റെ നെയിം. സോ നമ്മൾ ഇന്ന് അതാണ് ചെയ്യുന്നത്. ബിഗ് ഡോഗ്സ് ബൈ ഫീച്ചറിങ് കൽമി ആൻഡ് ഡെഫ് ജാം. സോ നമുക്ക് എന്തായാലും റിയാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യം. ഫസ്റ്റ് തന്നെ വാർണിംഗ് തരുവാണ്. ഇത് സ്റ്റണ്ട് പ്രൊഫഷണൽസിനെ വെച്ചിട്ടാണ് അവർ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി എല്ലാം പ്രൊട്ടക്ഷനും നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നും ചെയ്യരുതെന്നാണ് അവർ പറയുന്നത്. ബ്രോ, ദിസ് ഇസ് ഇൻസെയിൻ. എന്തായിരിക്കും ആ ലേഡി ഓട്ടിച്ചില്ലേ ബൈക്ക്? ഈ സാധനം നമ്മുടെ ഇവിടെ മരണക്കിണറെന്നാണ് പറയുന്നത്. സോ ഇത് നമ്മുടെ ഇവിടെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ പൂജപ്പുര അങ്ങനത്തെ പല പല സ്ഥലങ്ങളിൽ ഇത് വരും, പണ്ട് തൊട്ടുള്ളതാണ്. സോ ഇത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഒരിക്കൽ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് പേടിയാവും അത് കണ്ട്. അതിങ്ങനെ കറങ്ങുമ്പോൾ ഇത് കുലുങ്ങും. നമ്മൾ നിൽക്കുന്ന ആ സ്ഥലമില്ലേ, നമ്മളിങ്ങനെ എത്തി നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് പേടി തോന്നും. ഞാനത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു. ഇതിനകത്തൊരു സോങ് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് വാവ്. അതുപോലെ നൈസ് റാപ്പ് അല്ലേ, എനിക്കറിയാൻ വയ്യ. നൈസ്. എന്തായാലും നമുക്ക് ബാക്കിയാണ്.
തീർന്നു. ഓ ഇനി ഉണ്ടെന്ന് തോന്നുന്നു. ബിഹൈൻഡ് ദ സീൻസ് ആണ് തോന്നുന്നു. ഞാൻ ജസ്റ്റ് അമേസ്ഡ് ആണ്. അയ്യോ ഞാൻ എനിക്ക് ചില ഇങ്ങനെ ബാക്കത്തൊക്കെ ഇങ്ങനെ വന്നൊരു ഷോട്ടില്ല, ശരിക്കും ഞാൻ പേടിച്ചു. എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയിട്ടുള്ള അഡ്വെഞ്ചർ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. കാണാനും പേടിയാണ്, നമ്മൾ പിന്നെ ചെയ്യാൻ പോലില്ല. പേടിയുള്ളവർക്ക് പറ്റിയ ഇതൊന്നുമല്ല. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, കാണാനും ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്താ ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്തായാലും ഇത് ഭയങ്കര റിസ്കി ഫാക്ടറാണ്, ആരും ഇത് ചെയ്യരുത്. അതാണ് അവർ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പ്രൊഫഷണലിലെ വെച്ച് അവർ ചെയ്യുന്ന. എന്തായാലും സോങ് നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് ആളുകൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ എന്നെ പോലെ കാണാത്തവരും ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക് യു സോ മച്ച് ഋഷി ഫോർ സജസ്റ്റിംഗ് മീ ദിസ് അമേസിങ് റാപ്പ് സോങ്. എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്രയ്ക്ക് അടിപൊളി. മീൻ സോങ് നൈസാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പം തന്നെ കാർ ഡ്രിഫ്റ്റ് ചെയ്യുന്ന, ഞാനിത് ആദ്യമായിട്ട് ഈ പാട്ട് ആദ്യമായിട്ടല്ല കുറച്ച് ഇങ്ങനെ കേൾക്കുന്നത്. കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന മസ്താങ്കും നമ്മുടെ ഓരോ കാർസൊക്കെ എന്താണ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സോങ്ങിൽ, വീഡിയോയിൽ ഈ സോങ് ഇൻസ്റ്റയിൽ കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുറച്ച് നാളുകൊണ്ട്. സോ അപ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്. സോ ഇത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, നൈസ് വീഡിയോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി വീഡിയോ ഗൈസ്. ഓ ഗോഡ്, എനിക്കെന്തോ അതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും ഞാൻ ഇങ്ങോട്ട് പുറത്തു വരുന്നില്ല. എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.